മറ്റൊരു വലിയ അത്ഭുതം ഖുർആൻ പറഞ്ഞത് ഫ്ലൈറ്റുകളെ സംബന്ധിച്ചാണ്. ഫ്ലൈറ്റിനെ കുറിച്ച് അതെങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന് സൂറത്തു തബാറക്കയിലല്ലേ, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ശരിയല്ലേ? ഇനി സൂറത്തു നഹ്ലിലേക്ക് വരാം. അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ أولم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. طير എന്ന് പറഞ്ഞാൽ പറക്കുന്നവ, പക്ഷി എന്ന് പറയാം. കൈറ്റിന് ത്വയ്ർ എന്ന് പറയും, ത്വയ്യാറ എന്ന് പറയും. ഫ്ലൈറ്റിന് ത്വാഇറ എന്ന് പറയും. ത്വാറ യതീറു, പറക്കുന്നതൊക്കെ ത്വയ്റാണ്. അല്ലാഹ് ചോദിക്കാൻ, അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, ഇല ത്വയ്രി ഫൗഖഹും, നിങ്ങളുടെ മീതെ പറക്കുന്നവയെ കാണുന്നില്ലേ? ഏതാണ്? പക്ഷികൾ. നിങ്ങളുടെ മീതെ സാഫാത്തിൻ വയഖ്ബിദ്ന, ചിറകുകൾ വിടർത്തിയിട്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല പക്ഷികൾക്ക് പറക്കാൻ സഹായിച്ചത്. കാരുണ്യവാൻ. കരുണ ചെയ്യണമെങ്കിൽ ജീവനുള്ള സാധനത്തിനോട് കരുണ ചെയ്യുക. അപ്പോഴല്ലേ കാരുണ്യം എന്ന് പറയുള്ളൂ. ജീവനുള്ളതിനോടാണ് കരുണ ചെയ്യുക. റഹ്മത്ത് ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, എല്ലാം കാണുന്നവനാണ് അല്ലാഹു. സൂറത്തു നഹ്ലിൽ അല്ലാഹു ഖുർആനിൽ ആവർത്തനങ്ങൾ ചെയ്യില്ല. ഖുർആനുകൾ ആവർത്തനമില്ലെന്നാണ്. ആവർത്തനമില്ല. തോന്നും നമുക്ക് ആവർത്തനാണോ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം 82 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചിട്ടുണ്ട്. മൂസ നബിയുടെ ചരിത്രം ഓരോന്ന് പറയുമ്പോഴും പുതിയ ആശയമാണ്. ആവർത്തനം വരില്ല. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, ഇത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്നു. ഇതാണ് വിഷയം. ഇതേ ആശയം സൂറത്തു നഹ്ലിൽ എന്താ അല്ലാഹു അവിടെ പറയുന്നത്? അവലം യറൗ ഇല ത്വയ്രി, അവര് പറക്കുന്നവയെ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഫൗഖഹു എന്ന് പറഞ്ഞോ അവരുടെ മീതെ? ഇല്ല. സ്വാഫാത്തിൻ വയഖ്ബിദ്ന എന്നുണ്ടോ? അതുമില്ല. മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. മുസഖറാത്തിൻ, കൺട്രോൾ ചെയ്യപ്പെട്ടത്. കൺട്രോൾ ചെയ്യപ്പെട്ട തസ്ഖീർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ചത് വാഹനം കയറുമ്പോഴാണ്, അല്ലേ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാന സഖറ ലനാ അല്ലദീ സഖറ ലനാ, ഞങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ ഒതുക്കി തന്ന പടച്ചവനെ. ഇനി നോക്കുക, അവലം യറൗ ഇല ത്വയ്രി, ഇത് ഫ്ലൈറ്റിനെ കുറിച്ചാണെന്നാ പറയുന്നത്. അവലം യറൗ ഇല ത്വയ്രി, പറക്കുന്നവയെ അവർ കാണുന്നില്ലേ? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ടത്. റഡാർ സംവിധാനങ്ങൾ കൊണ്ടും അല്ലാതെയും കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവ. ചിറക് വിടർത്തി കൂട്ടിയെന്നല്ല. മുസഖറാത്തിൻ, റഡാർ സംവിധാനത്തിന്റെ കണക്ഷൻ വിട്ടുപോയാൽ ഫ്ലൈറ്റുകൾ വഴിതെറ്റിപ്പോകും, ലാൻഡ് ചെയ്യാൻ പറ്റൂല. തസ്ഖീർ ചെയ്യപ്പെട്ട് മനുഷ്യർക്ക് സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ആകാശത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നത്. ഇല്ലർ റഹ്മാൻ എന്നല്ല ഇവിടെ പറഞ്ഞത്. എന്താ? ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ആ പറവകളെ പിടിച്ചു നിർത്തുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ
ജീവനുള്ളതിനും ഇല്ലാത്തതിനെയും പറയുമ്പോഴാ അല്ലാ എന്ന് പ്രയോഗിക്കുക. ജീവനുള്ളതിനോട് പറയുമ്പോഴാ റഹ്മാൻ, കാരുണ്യവാൻ. പറവകൾ ജീവികളാണ്, അവരോട് കാരുണ്യവാനാ അവരെ പിടിച്ചു നിർത്തുന്നത്. ആകാശത്ത് പറക്കുന്ന, പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന, റഡാർ കൊണ്ട് സംവിധാനിക്കപ്പെട്ട, കൺട്രോൾ ചെയ്യപ്പെട്ട പൈലറ്റ്ലെസ് വിമാനങ്ങളുണ്ട്. വിമാനം അലൂമിനിയമാണ്, ഇരുമ്പാണ്, മറ്റു ലോഹങ്ങളാണ്. മനുഷ്യന്മാരകത്തുണ്ടായിട്ടും ഇല്ലാതെയും പറക്കുന്ന വിമാനങ്ങളുണ്ട്. ഈ ഇരുമ്പിൻ കഷ്ണങ്ങളെ, അലൂമിനിയം കഷ്ണങ്ങളെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത് അവനാണ്. അതിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ സംരക്ഷിക്കുന്നതും അല്ലാഹുവാണ്. ഈ രണ്ടും ഉൾക്കൊള്ളിക്കാനാണ് റഹ്മാൻ എന്ന് പറയാതെ അല്ലാഹ് എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഇത് അത്ഭുതമാണെന്നും കൂടെ പറയുന്നു അല്ലാഹു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. ഈമാനുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക്, അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇനിയിപ്പോ ഫ്ലൈറ്റ് എന്ന് മനസ്സിലാക്കാതെ അർത്ഥം വെച്ചാൽ ഇത് പറവന്ന് അർത്ഥം വെക്കാം, ബേർഡ്സ് അർത്ഥം വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിമാനത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ്. ഇങ്ങനെ പറക്കുന്നവയുണ്ട്. ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സൂറത്ത് തബാറക്കയിൽ ഫൗഖഹും, നിങ്ങളുടെ തലന്റെ മീതെയായി ഇവർ പറക്കുന്നത്. പക്ഷികൾ അങ്ങനെയല്ലേ പറക്കുന്നത്? നിങ്ങളുടെ തലന്റെ മീതെ. വിമാനത്തെ പറ്റി പറഞ്ഞു ഫീ ജൗവിസ് സമാ, ഭൂമിയിൽ നിന്ന് 40,000 50,000 അടി ഉയരത്തിലാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. 40,000, 40,000 ഫീറ്റ്, 35,000 ഫീറ്റ്, 60,000 ഫീറ്റ് ഹൈറ്റിലാണ് പറക്കുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച പടച്ചവനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 20-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്, 21-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകളാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് തരട്ടെ. ഈ കലാം സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇനി പറയാൻ പോവാണ്.